നമുക്ക് ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി നോക്കിയാലോ? അതിനായി ഒരു ബൗളിലേക്ക് 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം. ഇനി പാലില്ലെങ്കിലും 1/2 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളമായാലും മതി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള 1/4 സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ തന്നെ മുട്ട ചേർത്ത് കൊടുത്തത്. ഇനി ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മിക്സിലേക്ക് ഞാനിവിടെ 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഈ ബാറ്റർ നന്നായി കുഴച്ച് കൊടുക്കാം. സ്വല്പം ഓയിലും കൂടി തടവി കൊടുത്ത് നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ബണ്ണിലേക്കുള്ള ഫില്ലിങ്ങിനായി ഞാനിവിടെ 1 പിടി ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ കായം പരത്താനായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് വറ്റിക്കാൻ വെക്കാം. മസാല ഉണ്ടാക്കാനായി ഞാനിവിടെ 5 സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുത്ത് 1 പിടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. വഴന്നു വന്നതിന് ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മൊരിയിച്ച ചിക്കനും കൂടി പിച്ചിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി ഒരു അരമണിക്കൂർ എന്തായാലും ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. നമ്മുടെ മാവ് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉരുളകളാക്കിയെടുക്കാം. എനിക്കിവിടെ 7 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ ഉരുളകളും നമുക്ക് പരത്തി കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് പരത്തി കൊടുക്കാം. നല്ല തിന്നായി പോവരുത്. നമ്മളുണ്ടാക്കുന്നത് ബണ്ണല്ലേ, അതൊന്നും വീർത്ത് വരണ്ടേ. അതുകൊണ്ട് ചെറിയ കട്ടിയിൽ പരത്തിയെടുക്കണം. അതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ മെർമെയ്ഡിൻ്റെ ഷേപ്പാണ് ചെയ്യുന്നത്. മക്കൾക്കൊരു വെറൈറ്റി തോന്നുമല്ലോ. ഓരോ ഇതളുകളും മടക്കി കൊടുത്തതിന് ശേഷം അടിഭാഗം നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഷേപ്പാക്കി വെക്കാം. എല്ലാം ഷേപ്പാക്കി വെച്ച് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കുമ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് വീർത്ത് കിട്ടുന്നതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് പൊരിച്ചു കോരിയെടുക്കാം. ബണ്ണായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് പൊരിച്ചു കോരിയെടുക്കാം. പൊരിച്ചു കോരിയതാണെങ്കിലും ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.